വുമൺ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് സംസാരം അല്ലെങ്കിൽ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്ന വലിയൊരു ടോപ്പിക്കാണ് വുമൺ എംപവർമെൻറ്റ്. എന്താണ് എംപവർമെൻറ്റ്? എംപവർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് എംപവർമെൻറ്റ്. അപ്പോൾ വുമൺ എംപവർമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് മുന്നിലോട്ട് പോകാൻ പറ്റണം. അങ്ങനെ പറ്റണം എന്നുണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് ആർക്കും കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാധനമുണ്ട്, അതാണ് എഡ്യൂക്കേഷൻ. അവരെ എഡ്യൂക്കേറ്റഡ് ആക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ വെറും ഒരു അറിവ് കൊടുത്തുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകുന്ന കാലഘട്ടത്തിലല്ല നമ്മളുള്ളത്. അറിവിനേക്കാളും കൂടുതൽ കഴിവ് അവർക്ക് കൊടുക്കുക എന്നുള്ളത്. എന്താണ് കഴിവ്? അവരുടെ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് നാളെ സ്വന്തമായിട്ട് സമ്പാദിക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അവർ പഠിച്ച എഡ്യൂക്കേഷനിലൂടെ അവർക്ക് കഴിവുണ്ടാവുക. ആ കഴിവിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സമ്പാദിക്കാൻ പറ്റണം. അവിടെ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരുടെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ മുമ്പിലോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റില്ല. അല്ല നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയതുകൊണ്ടോ ഒരുപാട് ടോപ്പിക്കിൽ എന്ത് ചെയ്യുന്ന ഡിസ്കഷൻ നടന്നുകൊണ്ടോ കാര്യമില്ല. നമ്മൾ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഏറ്റവും അർഹതപ്പെട്ട രീതിയിൽ ആർക്കും കൊണ്ടുപോകാൻ പറ്റാത്ത ആ എഡ്യൂക്കേഷനും അതിലറിവിനേക്കാളും കൂടുതൽ കഴിവും, ആ കഴിവ് വെച്ചിട്ട് നാളെ അവർക്ക് സമ്പാദിക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ നാളെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ പാരൻസിന് ഇഷ്ടപ്പെട്ട രീതിയിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതാണ് യഥാർത്ഥ വുമൺ എംപവർമെൻറ്റ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.